വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കേക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ മുട്ടയോ ഓവനോ ബീറ്ററോ അങ്ങനെ ഒന്നുമില്ലാതെ അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വായിലിട്ട അലിഞ്ഞു പോണ ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തൈര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിയുള്ളതോ പുളിയില്ലാത്തതോ അങ്ങനെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കട്ടെ, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതിട്ടിട്ട് ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചാണ് ചെയ്തത്. ബീറ്റർ ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ അത് ഞാൻ ഒരു ഫാസ്റ്റായിട്ട് ചെയ്ത ഒരു കേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ബീറ്റർ ഉപയോഗിച്ചത്. ബീറ്ററിൻ്റെ ഒരാവശ്യമില്ല, അത് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ കയ്യിൽ വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ സാധാ സ്പൂണോ അങ്ങനെ എന്ത് വെച്ചാണെങ്കിലും നമുക്കിത് ബീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ജസ്റ്റ് കൈ വെച്ച് ഈ മുട്ടയൊക്കെ അടിക്കത്തില്ലേ, അതുപോലെയൊക്കെ അടിച്ചെടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ കുറച്ച് എളുപ്പപ്പണിക്ക് ചെയ്തൂന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 1 സ്പൂൺ അളവിൽ വാനില എസൻസും ഒരു 1/2 കപ്പ് അളവിൽ ഓയിലും ആഡ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതൊക്കെ കൂടി ഒറ്റ സ്റ്റെപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. തൈരും പഞ്ചസാര പൊടിച്ചതും അതുപോലെ വാനില എസൻസും ഓയിലും ഒക്കെ കൂടി മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് കറക്കിയെടുത്തിട്ട് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് അളവിൽ മൈദയും 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ, ഒരു 1/4 സ്പൂൺ മതി, അര വേണ്ട, ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി നല്ലപോലെ അരിച്ചെടുത്തിട്ട് മൊത്തത്തിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ എഗ്ഗ് വെച്ചുണ്ടാക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് 3 തവണയൊക്കെ ആയിട്ടല്ലേ ആഡ് ചെയ്യണത്. ഇത് അതുപോലെ ഒന്നും വേണ്ട, ഒറ്റയടിക്ക് തന്നെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അടിക്കുമ്പോഴത്തേക്കും പൊടി പറക്കണ കൂട്ട് തോന്നും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സിയിലോ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ഇനി വിസ്കോ അല്ലെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററോ അങ്ങനെ എന്ത് ഉപയോഗിച്ചിട്ടാണെങ്കിലും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് പാല് ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ ഒരു 1/2 കപ്പ് അളവിൽ പാല് ഇടയ്ക്കിടയ്ക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസാകാൻ വേണ്ടി, എന്ന് പറഞ്ഞാൽ ഈ ബാറ്റർ ഭയങ്കര തിക്കായിപ്പോവും. അപ്പോൾ ആ തിക്ക് കുറച്ച് ലൂസാകാൻ വേണ്ടിയിട്ടാണ് പാൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ ആ സൈഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2-3 തവണയായിട്ട് വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട്. ഞാനിപ്പോൾ 2-3 തവണയായിട്ട് അടുപ്പിച്ച് കുക്കർ കൊണ്ട് തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കുക്കറിൽ ആദ്യം താഴെ ജസ്റ്റ് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊടി ഇങ്ങനെ വിതറിയിട്ട് തട്ടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ബാറ്റർ ഒഴിക്കുന്നത്. അപ്പോൾ ഈ കുക്കറിൻ്റെ മൂടി ഇടുമ്പോൾ അതിൻ്റെ ആ വിസിൽ കളഞ്ഞിട്ട് വേണം നമ്മൾ മൂടി വയ്ക്കാനായിട്ട് കേട്ടോ. വിസിലോടുകൂടി ഒരിക്കലും വയ്ക്കരുത്. എന്നിട്ട് ഞാൻ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നത് താഴെ ഒരു ഫ്രൈ പാൻ വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ കുക്കർ വയ്ക്കുന്നത്. ഫ്രൈ പാൻ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴാണ് അതിൻ്റെ മുകളിൽ ഈ കുക്കർ വയ്ക്കുന്നത്. എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലായിട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 3/4 മണിക്കൂർ കുക്കാകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് പൊന്തി നന്നായിട്ട് കുക്കായിട്ടിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ശരിക്കും നല്ലപോലെ ഞെങ്ങുന്നുണ്ടായിരുന്നു. മുട്ടയില്ലാത്തതിൻ്റെ ഒരു കുറവും അതിലുണ്ടായില്ല. അത്രയും എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കിയ കേക്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള കേക്കാണെന്ന് തോന്നുന്നു. കുക്കാവാൻ മാത്രം കുറച്ച് സമയം എടുത്തുള്ളൂ. ബാക്കിയെല്ലാം പടപടയെന്ന് പറഞ്ഞ് റെഡി ആയായിരുന്നു. സാധാരണ എഗ്ഗൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നല്ല പൊന്തി ബീറ്റൊക്കെ ചെയ്തിട്ട് വേണ്ടേ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യാനായിട്ട്. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനധികം ടൈമൊന്നും എടുത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. നല്ല അടിപൊളി റെസിപ്പി എന്ന് പറഞ്ഞാൽ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ചായയുടെയൊക്കെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലം കേക്കൊക്കെ കഴിക്കത്തില്ലേ, അതുപോലെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ക്രീം കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പോഞ്ചായിട്ട് ഉപയോഗിക്കാം. നല്ല വായിലിട്ട അലിഞ്ഞു പോകട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ചായയുടെ ഒപ്പമാണ് കഴിച്ചത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.